അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇലക്ട്രോണിക് ബാങ്കിങ്. അപ്പോൾ ഇന്ന് ഇലക്ട്രോണിക് ബാങ്കിങ് പഠിക്കുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക് ബാങ്കിങ് എന്താണെന്ന് മനസ്സിലാക്കും, ഇലക്ട്രോണിക് ബാങ്കിങ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും, ഇലക്ട്രോണിക് ബാങ്കിങ് കാരണം നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇലക്ട്രോണിക് ബാങ്കിങ് കൊണ്ട് ഉണ്ടാകുന്ന ഡീമെറിറ്റ്സ്, പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കും. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് കോൾഡ് ഇലക്ട്രോണിക് ബാങ്കിങ് ടുഡേ. സോ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൺവെൻഷണൽ ബാങ്കിങ് ആക്ടിവിറ്റീസിൽ വന്നിട്ടുള്ള ഒരു പുതിയ മാറ്റമാണ്. സോ ഇലക്ട്രോണിക് ബാങ്കിങ്ങിനെ നമ്മൾ വേറൊരു പേരിൽ വിളിക്കും. സോ വിച്ച് ഇസ് കോൾഡ് ഇ ബാങ്കിങ്. അപ്പോൾ ഇ ബാങ്കിങ് ഇലക്ട്രോണിക് ബാങ്കിങ് തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം ആണ്. ഇവിടുത്തെ ഇ എന്ന് പറയുന്നതാണ് ഇലക്ട്രോണിക്. സോ ഇ ബാങ്കിങ്ങിന്റെ ഇ എന്താണ്? ഇലക്ട്രോണിക്. സോ ദാറ്റ് ഈസ് ഇലക്ട്രോണിക് ബാങ്കിങ്. ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ ബാങ്കിങ് ആവശ്യങ്ങൾക്ക്, അതായത് ഒരു അക്കൗണ്ട് തുടങ്ങാനോ ഒരു ഡെപ്പോസിറ്റ് തുടങ്ങാനോ, അതല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാനോ, അതല്ലെങ്കിൽ ഒരാൾക്ക് നമുക്ക് പൈസ കടം കൊടുക്കാനോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്താ ചെയ്തിരുന്നത്? ബാങ്കിൽ പോകുന്നു, ക്യൂ നിൽക്കുന്നു, നമ്മുടെ ടേൺ ആകുമ്പോൾ ആ കൺസേൺഡ് സെക്ഷനിലേക്ക് പോയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു, ചെലാൻ ഫില്ല് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്തിനാണോ ബാങ്കിൽ പോയത് ആ ആവശ്യം നേടിയെടുക്കുന്നു. സോ ദിസ് വാസ് ഓൾ അബൌട്ട് ദ കൺവെൻഷണൽ ബാങ്കിങ് പ്രാക്ടീസസ്. പക്ഷെ ഇപ്പൊ ഇതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഒട്ടുമിക്ക തരത്തിലുള്ള ട്രാൻസാക്ഷൻസും ഒട്ടുമിക്ക ആളുകളും ഇപ്പോ പുതിയ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പൈസ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. So this happened as a result of a new modification that has come in the arena of banking, which is electronic banking. അപ്പോ ഇത്രയും നേരം നമ്മൾ ഇലക്ട്രോണിക് ബാങ്കിങ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പുതിയ മോഡിഫിക്കേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതുവരെ ഇലക്ട്രോണിക് ബാങ്കിങ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല. ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുമ്പോൾ സാധാരണ ബാങ്കിങ് ആക്ടിവിറ്റീസ് തന്നെ ഇലക്ട്രോണിക് ചാനൽസ് വഴി നമ്മൾ ചെയ്യുന്നു. സോ ഇന്റർനെറ്റ് ഉപയോഗിച്ചും മൊബൈൽ ഫോൺസ് ഉപയോഗിച്ചും ATMs ഉപയോഗിച്ചും ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉപയോഗിച്ചും ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റംസ് ഉപയോഗിച്ചും ഒക്കെ തന്നെ നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഒരു രീതിയാണ് എന്ത്? ഇലക്ട്രോണിക് ബാങ്കിങ്. അപ്പോൾ പണ്ട് കാലത്ത് നമുക്ക് ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പൈസ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ, ബാങ്കിൽ നിന്ന് പൈസ എടുക്കണമെങ്കിൽ, വേറൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കണമെങ്കിലൊക്കെ നമ്മൾ ബാങ്കിൽ പോയിട്ടാണ് ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പോ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് തന്നെ നിങ്ങൾക്ക് ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത്രയും ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തികച്ചും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്, അല്ലെ? അപ്പോൾ കസ്റ്റമേഴ്സിന് അവരുടെ ബാങ്ക് അക്കൗണ്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചിട്ട് ബില്ല് അടയ്ക്കാൻ പറ്റും, നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ഹിയർ ഇവിടെ ഒന്നും തന്നെ യു നീഡിൻ വിസിറ്റ് യുവർ ഫിസിക്കൽ ബാങ്ക് ബ്രാഞ്ച്. നിങ്ങളെ ബാങ്കിന്റെ ബ്രാഞ്ചിന് ഫിസിക്കലി നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബാങ്കിൽ പോയിട്ട് പൈസ എടുത്തിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ നടത്തേണ്ട യാതൊരു വിധ ആവശ്യമില്ല. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, എവിടെയാണോ ഇരിക്കുന്നത്, അവിടെ നിന്നുകൊണ്ട്, അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്താനായിട്ട് പറ്റും വിത്ത് ഹെൽപ്പ് ഓഫ് സംതിങ് കോൾഡ് ഇലക്ട്രോണിക് ചാനൽസ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കി കാണണം. സോ ലെറ്റ്സ് സീ ദാറ്റ്. അപ്പോ അതിനു മുന്നേ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെന്റ് നെയിംസ് ദാറ്റ് ഈസ് ദെയർ ഫോർ ഇലക്ട്രോണിക് ബാങ്കിങ്. അല്ലെങ്കിൽ ഈ ബാങ്കിങ്ങിന് നമ്മൾ പല പേരുകളിൽ വിളിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ്, കുറെ ഓപ്ഷൻസ് തന്നിട്ട് ഈ പറയുന്നതിൽ ഏതാണ് ഇലക്ട്രോണിക് ബാങ്കിൽ പെടാത്തത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഈ താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഇലക്ട്രോണിക് ബാങ്കിൽ പെടുന്നത് എന്നൊക്കെ PSC ചോദിക്കാം. സോ ഹിയർ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെന്റ് അതർ നെയിംസ് ഫോർ ഇലക്ട്രോണിക് ബാങ്കിങ് ഓർ ഇ ബാങ്കിങ്. അപ്പൊ നമുക്ക് ഇതിനെ ഓൺലൈൻ ബാങ്കിങ് എന്ന് വിളിക്കാം. കാരണം എന്താണ്? നമ്മളിവിടെ ഇന്റർനെറ്റും ഓൺലൈൻ മെക്കാനിസംസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നു. അഗൈൻ ഇറ്റ്സ് ഓൾസോ കോൾഡ് ഇന്റർനെറ്റ് ബാങ്കിങ് എന്ന് വിളിക്കുന്നു. ഡിജിറ്റൽ ബാങ്കിങ് എന്ന് വിളിക്കുന്നു. കാരണം ഇവിടെ ഡിജിറ്റൽ ആസ്പെക്ട്സ് ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അഗൈൻ വെർച്വൽ ബാങ്കിങ്. സോ വൈ? ബിക്കോസ് we are not making use of any physical bank branch visit. ബാങ്ക് ബ്രാഞ്ച് വിസിറ്റ് ഫിസിക്കലി നമ്മൾ നടത്തേണ്ട യാതൊരു വിധ ആവശ്യമില്ല. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? ദീസ് ആർ other names of
ഇലക്ട്രോണിക് ബാങ്കിങ്. ഇലക്ട്രോണിക് ബാങ്കിങ്. ഓക്കെ, ഇതാണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്നുള്ള ഒരു ഐഡിയയുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ഇറ്റ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, കസ്റ്റമർ ഒതന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇവിടെയുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്നു ബൈ യൂസിങ് യുവർ യൂസർ ഐ ഡി, പാസ്വേഡ്, യു മൈറ്റ് ബി ഗെറ്റിംഗ് എൻ OTP, ബയോമെട്രിക്സ് എക്സെട്ര എക്സെട്ര. സോ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ കസ്റ്റമറെ ബാങ്ക് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു ID ഉണ്ട്, പാസ്വേഡ് ഉണ്ട്. സോ അറ്റ് ദ ടൈം ഓഫ് ദിസ് ലോഗിൻ പ്രോസസ് നിങ്ങൾക്ക് OTP കിട്ടും. സോ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ബാങ്ക് നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നു, ഇത് ഞങ്ങളുടെ ജെന്യൂൻ കസ്റ്റമർ ആണ് എന്ന് ബാങ്ക് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ആദ്യം നടക്കുന്നത്. ഓക്കെ, എന്നിട്ട് യു വിൽ ബി ഹാവിംഗ് സം കണക്ഷൻ ടു ബാങ്ക് സെക്യൂർ സെർവർ. അപ്പൊ ബാങ്കിന്റെ സെർവർ നിങ്ങളെ വെരിഫൈ ചെയ്യുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു ഒത്തന്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തു. അപ്പൊ ബാങ്ക് നിങ്ങളുടെ ഐഡന്റിഫൈ ചെയ്യാണ് ദാറ്റ് യു ആർ എ ജെന്യൂൻ കസ്റ്റമർ എന്നുള്ളത്. സോ ഇങ്ങനെ സെക്യൂർ ആയിട്ടുള്ള എൻക്രിപ്ഷൻ ഒരു പ്രോസസ്സിംഗിൽ അല്ലെങ്കിൽ ഒരു പ്രോസസ്സായിട്ട് ഇവിടെ ബാങ്ക് ഏറ്റെടുത്ത് നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാണ് നിങ്ങൾ ബാങ്കിന്റെ ജെന്യൂൻ കസ്റ്റമർ ആണ് എന്നുള്ളത്. സോ വൺസ് ബാങ്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങളുടെ തന്നെ കസ്റ്റമർ ആണല്ലോ എന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസ് കൊടുക്കാം. സോ ലെറ്റ്സ് ഡീൽ വിത്ത് മോർ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് സർവീസ് ആണ്. ഇപ്പൊ ബാങ്ക് ഒരുപാട് സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അല്ലെ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് എന്നറിയാനായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുക ആയിരിക്കും നിങ്ങളുടെ ഉദ്ദേശം. ചിലപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴി യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ ചെന്നിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് ബില്ല് അടയ്ക്കണം, അതായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ആ ഒരു ആവശ്യം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാനാണെങ്കിൽ അത്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ അങ്ങനെ, ബിൽ പേയ്മെന്റിനാണെങ്കിൽ അങ്ങനെ, എന്തിനായാലും നിങ്ങളുടെ ആവശ്യം ബാങ്കിനെ അറിയിക്കുക. ദാറ്റ് ഇസ് ഇറ്റ് ഓൾ അബൌട്ട് ദ സെലക്ഷൻ ഓഫ് സർവീസസ് പ്രോസസ്. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ ചെയ്യുകയാണ്. അഗൈൻ നൗ നിങ്ങളുടെ ട്രാൻസാക്ഷൻ പ്രോസസ് ചെയ്യാനായിട്ട് ഇവിടെ തുടങ്ങുകയാണ്. ബാങ്ക് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങളൊരു ഒത്തന്റിക് ആയിട്ടുള്ള ബാങ്കിന്റെ കസ്റ്റമർ ആണ്, ജെന്യൂൻ പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കി ബാങ്ക് എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ആവശ്യവും മനസ്സിലാക്കി നിങ്ങളുടെ ട്രാൻസാക്ഷൻ പ്രോസസ് ചെയ്യണം. സോ ബാങ്ക് വുഡ് ബി പ്രോസസിംഗ് ദ റിക്വസ്റ്റ് യൂസിങ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് അല്ലെ. പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ട്രാൻസാക്ഷൻ പ്രോസസ് ചെയ്യുകയാണ് ബാങ്ക്. അപ്പം ഇത് ഡെഫിനറ്റ്ലി ഈ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് ഇവിടെ ഇതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ബാങ്കിൽ പോയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഡെഫിനറ്റ്ലി അത് കുറേ സമയം എടുക്കും. ബാങ്കിൽ ചെല്ലുന്നു, നമ്മൾ ഇപ്പോഴാണെങ്കിലും ബാങ്കിൽ ചെന്ന് ടോക്കൺ എടുക്കുന്നു, നമ്മുടെ ടേൺ വരെ കാത്തിരിക്കുന്നു, നമ്മുടെ ടോക്കൺ വിളിക്കുമ്പോൾ നമ്മൾ പോകുന്നു, എന്നിട്ട് നമ്മുടെ ആവശ്യം ആ ബാങ്കിൽ കൺസേൺ സീറ്റിൽ ഇരിക്കുന്ന ആളിനോട് പറയുന്നു. അപ്പൊ അയാൾ ഒരു ചെലാൻ തരും, ആ ചെലാൻ നമ്മൾ ഫില്ല് ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് ഇദ്ദേഹം കാര്യങ്ങൾ നമുക്ക് നടത്തി തരുന്നത്. അഗൈൻ ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബാങ്കിൽ പോകാൻ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ബസ് കാത്തു നിന്ന് ബസ് കിട്ടി ബാങ്കിൽ എത്തുമ്പോഴേക്കും ചിലപ്പോൾ ലേറ്റ് ആയിപ്പോയ ചില ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ, ചില പ്രത്യേക ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ ബാങ്ക് പറയും ഓക്കെ നമ്മൾ 12 മണി വരെ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ, അപ്പോൾ ഇന്ന് ഇപ്പൊ 12 മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് അത് ചെയ്യാൻ പറ്റില്ല, യു ക്യാൻ കം ടുമോറോ എന്ന് പറയുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതൊന്നും ഇവിടെ ബാധകമല്ല. നിങ്ങളുടെ ആവശ്യം ബാങ്കിനെ അറിയിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നു, ബാങ്ക് എല്ലാം പ്രോസസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നു, ഡൺ. ഓക്കെ, ഇനി സംതിങ് കോൾഡ് റിയൽ ടൈം കൺഫർമേഷൻ ഇസ് റിക്വയർഡ്. അപ്പൊ ചില സമയത്ത് നമ്മളെ കൈ തട്ടി നമ്മുടെ ആവശ്യം, നമ്മൾ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഫണ്ട് ട്രാൻസ്ഫർ ആണോ, ബിൽ പേയ്മെന്റ് ആണോ, അക്കൗണ്ട് ബാലൻസ് ആണോ എന്താന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ബാങ്ക് നിങ്ങളെ ആദ്യം കാണിക്കും. അതിൽ നിന്നാണ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന സെലക്ഷൻ ഒരു പക്ഷേ നിങ്ങൾ അബദ്ധത്തിൽ ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷൻ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബാങ്ക് നിങ്ങളോട് ഒന്നുകൂടി ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞത് തന്നെയാണോ നിങ്ങൾക്ക് വേണ്ടത്?
So can you just confirm your transaction? അപ്പോ അവിടെ കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ വരുന്നു. കൺഫർമേഷൻ, നിങ്ങൾ കൺഫേം ചെയ്യുന്നു. അത് ബാങ്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് മുന്നേ ബാങ്ക് എന്ത് പറയുന്നു? ട്രാൻസാക്ഷന് മുന്നേ ആണ് ഇത് പറയുന്നത്. കൺഫർമേഷൻ ബാങ്ക് ഉറപ്പുവരുത്തിയിട്ടാണ്. ഇങ്ങനെ ട്രാൻസാക്ഷന് മുന്നേ ബാങ്ക് നിങ്ങളോട് ചോദിക്കും, ഓക്കെ ഞങ്ങൾ ഇത് ചെയ്യട്ടെ, അപ്പൊ നിങ്ങൾ എസ് പറയുന്നു. ബാങ്ക് ഉടനെ തന്നെ എന്നിട്ടാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് നടത്തുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ഉറപ്പ് വരുത്താനായിട്ട്, അതല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കാണിക്കാനായിട്ട്, ഞാൻ നിങ്ങൾക്ക് ഇത്തരം പൈസ അയച്ചിരുന്നു എന്ന് കാണിക്കാനായിട്ട്, ഒരു പക്ഷെ നിങ്ങൾ ഫ്രണ്ട്സിന് പൈസ അയക്കും. ഫ്രണ്ട്സ് പറയുമായിരിക്കും, വാട്ട് എവർ ബി ദ ഫ്രണ്ട് ഓൺ ദ അതർ സൈഡ്, ഫ്രണ്ട് പറയുമായിരിക്കും ആക്ച്വലി ഞാൻ ഈ പൈസ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ നിങ്ങൾക്ക് പ്രൂഫ് വേണം ആ ഫ്രണ്ടിനെ കാണിക്കാൻ. ആക്ച്വലി ഞാൻ അയച്ചിരുന്നു, ഇന്ന ദിവസം ഇന്ന സമയം അയച്ചിരുന്നു എന്ന് കാണിക്കാനായിട്ട് ഒരു പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പൊ ആ പ്രൂഫ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഡെഫിനറ്റ്ലി ബാങ്ക് ഇസ് ഗിവിംഗ് എ മെസ്സേജ്. ബാങ്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് തരാണ്. സോ യു വിൽ ബി ഗെറ്റിംഗ് എ ട്രാൻസാക്ഷൻ റെസീറ്റ് ഓർ എ കൺഫർമേഷൻ മെസ്സേജ്. അപ്പൊ ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബാങ്ക് എന്തോരം കെയർഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. ബാങ്ക് ആദ്യം ഒത്തന്റിഫിക്കേഷൻ നടത്തി, നിങ്ങളൊരു ഒത്തന്റിക് പേഴ്സൺ ആണ്, ബാങ്കിന്റെ ഒത്തന്റിക് കസ്റ്റമർ ആണ്, ജെന്യൂൻ പേഴ്സൺ ആണ്, ജെന്യൂൻ കസ്റ്റമർ ആണെന്ന് ഉറപ്പുവരുത്തി നിങ്ങളെ ബാങ്ക് മനസ്സിലാക്കി. എന്നിട്ട് ബാങ്ക് ചോദിക്കുന്നു, സെലക്ഷൻ പ്രോസസ്സിന് ഒരു ലിസ്റ്റ് വരുന്നു, നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ബാങ്ക് വീണ്ടും നിങ്ങളോട് ചോദിക്കും ഇത് തന്നെയാണോ? സോ യു വിൽ ബി ജസ്റ്റ് സേയിങ് യെസ്. എമൗണ്ട് ഒക്കെ നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ട സമയമുണ്ട്, അപ്പോൾ നിങ്ങൾ അടിച്ചു കൊടുക്കുന്നു. ബാങ്ക് ചോദിക്കും, അഗൈൻ കൺഫേം ചെയ്യുന്നു. പിന്നീട് നിങ്ങൾ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗിലേക്ക് പോകുന്നു, പേയ്മെന്റ് ചെയ്യാം എന്ന് പറയുന്നു, നിങ്ങൾ ഉറപ്പ് കൊടുക്കുന്നു. ബാങ്ക് അഗൈൻ ചോദിക്കും ചെയ്തോട്ടെ, അപ്പൊ നിങ്ങൾ പറയും യെസ് കൊടുക്കാം. എന്നിട്ട് ഈ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് കഴിഞ്ഞ ഉടനെ ബാങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? വീണ്ടും നിങ്ങൾക്ക് ഉറപ്പ് തരാണ് ബാങ്ക് ആക്ച്വലി നിങ്ങളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു റെസീറ്റ് തരാണ്, ഒരു കൺഫർമേഷൻ മെസ്സേജ് തരാണ്. സോ പെട്ടെന്ന് ഇതൊക്കെ പടപടാ നടക്കുന്ന കാര്യങ്ങളാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? മെസ്സേജ് കിട്ടും. സോ എന്തെങ്കിലും പ്രശ്നം ഫ്യൂച്ചറിൽ വന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് മെസ്സേജ്. അപ്പൊ ബാങ്കിൽ നിന്ന് തന്നെ കിട്ടുന്ന മെസ്സേജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ലേറ്റർ ഓൺ ഉപയോഗിക്കാനും പറ്റും. ഇപ്പൊ റെസിപ്പിയന്റ് പറയാണ് സമയത്ത് പൈസ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചിട്ട് പറയാം, ഇല്ല ഇന്ന സമയത്ത് ഇന്ന ദിവസം എന്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ചിലപ്പോൾ മറ്റേ പേഴ്സൺ ഓൺ ദ അതർ സൈഡ് മൈ സേ ദാറ്റ് എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി യു ക്യാൻ സേ ദാറ്റ് യു ക്യാൻ കോൺടാക്ട് യുവർ ബാങ്ക് ബ്രാഞ്ച്. നിങ്ങൾ ബാങ്ക് ബ്രാഞ്ചിനെ കോൺടാക്ട് ചെയ്യുക. കാരണം എന്റെ അക്കൗണ്ടിൽ നിന്ന് ഈ സമയത്ത് ഈ ദിവസം പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടിയിട്ടില്ലെങ്കിൽ യു നീഡ് ടു കൺസൾട്ട് യുവർ ബാങ്ക് ബ്രാഞ്ച്. നിങ്ങളുടെ ബാങ്ക് ബ്രാഞ്ചിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ പറയാം. സോ തിങ്സ് വുഡ് ബി ലൈക്ക് ഫുൾ പ്രൂഫ് അല്ലെ? അപ്പോ ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ ഫങ്ഷൻസ് ഇനി നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു ഫണ്ട് ട്രാൻസ്ഫർ വളരെ ഈസിയാണ്, ഇലക്ട്രോണിക്കലി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ പല മാർഗങ്ങൾ വഴി നെഫ്റ്റ്, RTGS, IMPS, UPI. സോ UPI ഒക്കെ അതിഭയങ്കരമായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് UPI വഴിയുള്ള ട്രാൻസ്ഫേഴ്സ്. സോ നമ്മൾ പറയും GPay ചെയ്യുക, ഫോൺ പേ ചെയ്യുക എന്നൊക്കെ പറയുന്ന ഇത് തന്നെയാണ്. UPI ട്രാൻസ്ഫേഴ്സിനാണ് നമ്മൾ ഈ GPay, ഫോൺ പേ എന്നുള്ള പല പേരുകളിൽ വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഫണ്ട് ട്രാൻസ്ഫറിന് നമ്മുടെ ഇലക്ട്രോണിക് ബാങ്കിങ് നമ്മൾ വലിയ രീതിയിൽ സഹായിക്കുന്നു. ആൻഡ് അഗൈൻ ദീസ് ഓൾ ഹാപ്പൻ ഇമ്മീഡിയറ്റ്ലി. നമ്മൾ കാത്തിരിക്കൊന്നും വേണ്ട. കൊടുക്കേണ്ട എമൗണ്ട്, കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ട സമയത്ത് കൊടുത്താൽ ഒത്തന്റിഫിക്കേഷനും കറക്റ്റ് ചെയ്തു, കൺഫർമേഷനും കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഡൺ. ഓക്കെ, നൗ നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാം. എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ എത്ര രൂപയുണ്ട് എന്ന് ചെക്ക് ചെയ്തിട്ട് മിനി സ്റ്റേറ്റ്മെന്റ്സ് എനിക്ക് എടുക്കാൻ പറ്റും. ചെറിയ ചെറിയ കുഞ്ഞു ട്രാൻസാക്ഷൻസിന്റെ, അതായത് എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ എത്ര എമൗണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് എന്റെ റീസെന്റ് ആയിട്ട് നടന്ന കുറച്ച് ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽസും കൂടെ എടുത്തിട്ട് എനിക്ക് മിനി സ്റ്റേറ്റ്മെന്റ് ബാങ്ക് തരാം. അപ്പൊ നമ്മൾ സാധാരണ ബാങ്കിൽ പോയിട്ടാണെങ്കിൽ നമുക്ക് പാസ്ബുക്ക് കൊണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്ന പൈസയുടെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസയുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് നമുക്കറിയാം ബാങ്കിൽ മെഷീൻ ഉണ്ട്. ബാങ്കിൽ മെഷീനിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് പ്രിന്റായി നമ്മുടെ ബുക്കിൽ, പാസ്ബുക്കിൽ എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി ടൈപ്ഡ് ആയിട്ട് വരും. പക്ഷെ ഇവിടെ നമുക്ക് ബാങ്കിൽ പോവാണ്ട് തന്നെ
നമുക്ക് എന്തെടുക്കാൻ പറ്റും? നമ്മളെ ബാലൻസ് എമൗണ്ട് എത്രയാണ്, നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനും അറിയാനും ഒക്കെ പറ്റും. സോ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. സി ദ കൈൻഡ് ഓഫ് ബെനിഫിറ്റ് ദാറ്റ് ഇറ്റ്സ് ക്രിയേറ്റിംഗ്, അല്ലെ? എപ്പോഴും ബാങ്കിൽ പോകേണ്ട യാതൊരു ആവശ്യമില്ല. എന്തെങ്കിലും ഒരു സംശയം നമ്മുടെ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. അഗൈൻ ബിൽ ആൻഡ് യൂട്ടിലിറ്റി പേയ്മെന്റ്സ്. ഇപ്പൊ നമ്മൾ ടെലിഫോൺ ബിൽ അടയ്ക്കുമ്പോഴോ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോഴോ പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡീസൽ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഇലക്ട്രോണിക് മെത്തേഡ് വഴി നമുക്ക് പേയ്മെന്റ് നടത്താനായിട്ട് പറ്റും. സോ ഓൾ ദീസ് വുഡ് ബി അഗൈൻ മേക്കിംഗ് തിങ്സ് മോർ ആൻഡ് മോർ ഈസിയർ, അല്ലെ? നമ്മുടെ ലൈഫ് തന്നെ ഭയങ്കര ഈസി ആക്കി മാറ്റുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ടെലിഫോൺ ബിൽ അടയ്ക്കാനായിട്ട് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പോയി ക്യൂ നിൽക്കണം. ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനായിട്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ക്യൂ നിൽക്കണം. ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കാനായിട്ട് ഇൻഷുറൻസ് ഓഫീസിൽ പോയി ക്യൂ നിൽക്കണം. വാട്ടർ ബില്ല് അടയ്ക്കാനായിട്ട് അതിൻ്റെതായിട്ടുള്ള കൺസേൺഡ് ഓഫീസിൽ പോയി ക്യൂ നിൽക്കണം. ഈ ക്യൂ നിൽക്കുന്ന പൈസ, ട്രാവൽ ചെയ്യുന്ന എക്സ്പെൻസ്, നിങ്ങളുടെ സമയം, ഇതൊക്കെ തന്നെ ലോസ് ആണ്. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ നിങ്ങളുടെ ഫോണിൽ വരും. അതനുസരിച്ച് നിങ്ങൾക്ക് സമയം നോക്കിയിട്ട് ഡെഡ് ലൈൻ എന്നാണ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും. വാട്ട് എ ട്രാൻസ്ഫോർമേഷൻ. പണ്ട് നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇലക്ട്രിസിറ്റി ഓഫീസിലും ടെലിഫോൺ എക്സ്ചേഞ്ചിലും വാട്ടർ അതോറിറ്റിയിലും ഒക്കെ പോയിട്ട് ക്യൂ നിന്ന് അടച്ചിരുന്ന ഈ ഒരു സിസ്റ്റത്തിന് വലിയൊരു മാറ്റം വന്നു എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഈസ് എ ബിഗ് ട്രാൻസ്ഫോർമേഷൻ. ഇതൊക്കെ പോസിബിൾ ആവാനുള്ള കാരണം ഇലക്ട്രോണിക് ബാങ്കിങ് തന്നെയാണ്. സോ ഇലക്ട്രോണിക് ബാങ്കിങ് ഇങ്ങനെയും ഫങ്ഷൻ ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഗെയിൻ ATM സർവീസസ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ATM പോകുന്നു, ക്യാഷ് എടുക്കുന്നു, വി ക്യാൻ വിഡ്രോ യുവർ മണി ആൻഡ് ഓൾസോ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ എന്ന് പറഞ്ഞിട്ടും ഉണ്ടല്ലേ, CDM. ഇപ്പൊ CDM-ൽ ചെന്നിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ക്യാഷ് ഉണ്ടെങ്കിൽ ഇഫ് യു വോണ്ട് ടു സേവ് ഇറ്റ്, നിങ്ങളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് അവിടെ ഇടാം, ഡെപ്പോസിറ്റ് ചെയ്യാം. സോ ഇതിന് നമ്മൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും ഫണ്ട് വിഡ്രോ ചെയ്യാനും അതേപോലെ തന്നെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും ഒക്കെ തന്നെ ഇപ്പോ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. സംതിങ് സോ ട്രാൻസ്ഫോർമേറ്റീവ് നമ്മുടെ ഇക്കോണമിയിൽ കൊണ്ടുവന്ന വൺ ഓഫ് ദ റെവല്യൂഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? ഇനിയും തീർന്നിട്ടില്ല. നമുക്ക് ഓൺലൈൻ ഷോപ്പിങ്ങും അത് റിലേറ്റഡ് ആയിട്ടുള്ള പേയ്മെന്റ്സും നടത്താം. അപ്പോ നമ്മുടെ UPI ട്രാൻസാക്ഷൻസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. പിന്നെ ഇന്റർനെറ്റ് ബാങ്കിങ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അഗൈൻ നമ്മൾ ഷോപ്പിംഗ് മോളിലൊക്കെ പോയിട്ട് പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ യൂസ് ചെയ്യാം. UPI ഉപയോഗിക്കാം, നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെന്റ് നടത്താൻ പറ്റും, അല്ലെ? അപ്പോ ഇതെല്ലാം തന്നെ പോസിബിൾ ആയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ദിസ് ഇസ് ഓൾ ബിക്കോസ് ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ്. സോ ഇതെല്ലാം തന്നെ നമ്മുടെ സമയം, ഈ ഓൾ ദീസ് ആർ സേവിങ് യുവർ ടൈം. നമ്മുടെ സമയം ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് സേവ് ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സമയം, അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ്, ഇതൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതല്ലെങ്കിൽ ഓരോ ചെറിയ കാര്യത്തിന് നമ്മൾ ബാങ്കിലേക്ക് ഓടണം, ഓരോ ചെറിയ പേയ്മെന്റ്സ് നടത്താനും അതത് ഓഫീസസിലേക്ക് ഓടണം. പക്ഷെ ഇപ്പൊ അതൊന്നും വേണ്ട. എവറിത്തിങ് ഇസ് സംതിങ് കോൾഡ് സൂപ്പർ വർക്കിംഗ് വിത്ത് ദ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഐഡിയ ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ്. അപ്പൊ ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ ഈ ഒരു പ്രോപ്പർ എഫിഷ്യന്റ് വർക്കിംഗ് കാരണം നമ്മൾ എല്ലാവരും, ഒരുവിധപ്പെട്ട എല്ലാവരും, സോ വി കുഡ് ഫൈൻഡ് ദാറ്റ് നമ്മൾ ഇന്നിപ്പോ ജീവിക്കുന്ന നാട്ടില് we are focusing on to something called financial inclusion. The government itself is saying that financial inclusion വേണം. RBI പറയുന്നതാണ് financial inclusion വേണം. അതായത് ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ആൾക്കാർക്ക് മാത്രം ഫൈനാൻഷ്യൽ ലിറ്ററസിയും കിട്ടി, അവർ മാത്രം ബാങ്ക് അക്കൗണ്ടും എടുത്ത് അവർ മാത്രം കോടിക്കണക്കിന് രൂപ ബാങ്കിൽ നിക്ഷേപിച്ച് അതിന്റെ ഇൻട്രസ്റ്റ് വാങ്ങിച്ച് സൂചിച്ചിരുന്നാൽ നമ്മുടെ നാട് പൂർണ്ണമായിട്ടും വളരില്ല. എല്ലാവർക്കും ഇതിൽ റോള് വേണം. സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന പെൻഷൻ, സബ്സിഡി,
അതുപോലുള്ള യൂണിലാറ്ററൽ പേയ്മെന്റ്സ് ഫ്രം ദ സൈഡ് ഓഫ് ദ ഗവൺമെന്റ്, ഇതെല്ലാം തന്നെ ഗവൺമെന്റ് എന്ത് വഴിയാക്കിയിട്ടുള്ളത്? അക്കൗണ്ട് വഴിയാക്കിയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് പെൻഷൻ വേണോ? നിങ്ങൾ ബാങ്കിൽ അക്കൗണ്ട് എടുത്തേ പറ്റൂ. നിങ്ങൾക്ക് സബ്സിഡി വേണോ? യു ഹാവ് ടു ടേക്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് എടുത്തേ പറ്റുള്ളൂ. സോ ആൾക്കാരെ ഒരു പരിധിയിൽ കൂടുതൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്തിട്ടാണ് ആൾക്കാരെ കൊണ്ട് ഇത് എടുത്തത്. കാരണം ആൾക്കാർ അങ്ങനെയെങ്കിലും ബാങ്ക് അക്കൗണ്ട് എടുക്കും. ദേ വിൽ ട്രൈ ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ബാങ്ക്. അവരറിയണം എന്താണ് ഈ ബാങ്കിങ് സിസ്റ്റത്തിൽ സംഭവിക്കുന്നതെന്ന് അവരറിയണം. നമ്മുടെ ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ ഒരു ഭാഗമായിട്ട് ഓരോരുത്തരും മാറണം എന്നുള്ള ഗവൺമെന്റിന്റെ ആ ഒരു നിർബന്ധമാണ് ഇപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ പോസിബിൾ ആക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നല്ല ടോപ്പ് ലെവൽ ബിസിനസ്മാൻ അല്ലെങ്കിൽ ഭയങ്കര ടോപ്പ് ലെവൽ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല ഇങ്ങനെയുള്ള ഡിജിറ്റൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഈ ബാങ്കിങ്, ഇലക്ട്രോണിക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ആള് പോലും അത് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യ ക്യാൻ ബി സോ മച്ച് പ്രൗഡ് ഓഫ് ദാറ്റ്. കാരണം ആ ഫൈനാൻഷ്യൽ ലിറ്ററസി, ആ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ അത്രയും റീച്ച് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ മാറ്റർ ടു ബി പ്രൗഡ് അബൌട്ട്. ഓക്കെ, നൗ ഓക്കെ, തീർന്നിട്ടില്ല. അപ്പോ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബാങ്ക് തരുന്ന വേറൊരു സൗകര്യമാണ് SMS അലേർട്ട്, അല്ലെ? SMS അലേർട്ട് മൊബൈൽ ഫോണിൽ എന്ത് വരും? മെസ്സേജ് വരും, ഇത്തരം പൈസ വിഡ്രോ ആയിട്ടുണ്ട്, ഇനി അടുത്ത ബാലൻസ് കിടക്കുന്ന പൈസ ഇത്രയുമാണ്. സോ നമ്മുടെ മൊബൈലിൽ SMS വരും റിലേറ്റഡ് ടു സം അലർട്ട് റിഗാർഡിംഗ് ട്രാൻസാക്ഷൻ. മാത്രമല്ല അപ്ഡേറ്റ് വരും, ഇത്ര സമയത്തിൽ ഇത്ര എമൗണ്ട് നമ്മുടെ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര സമയത്തിൽ ഈ സമയത്തിൽ ഇത്ര എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. സോ ദ അക്കൗണ്ട് ബാലൻസ് റൈറ്റ് നൗ ഇസ് ദിസ് മച്ച്. ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന അവൈലബിൾ ബാലൻസ് ഇത്ര എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും. അപ്പോ ഇത് കൊണ്ട് എന്താണ് ഉപയോഗം? എങ്ങാനും എന്തെങ്കിലും ഫ്രോഡുലന്റ് ആക്ടിവിറ്റി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ, സോ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളും നമ്മുടെ ബാങ്കും തമ്മിലുള്ള ഒരു അസോസിയേഷൻ കാണിക്കുന്നതാണ്. സോ അവിടെ ഒരു തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ ഉണ്ടാകും എന്ന് പറയുമ്പോൾ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് ഈസ് സം ഫ്രോഡുലന്റ് പ്രാക്ടീസ്. അപ്പൊ നിങ്ങളിപ്പോ കേൾക്കുന്നുണ്ടാവും ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ ഈ ഡിജിറ്റൽ ബാങ്കിങ് വളർന്നു വരുന്ന ഒരു സമയത്ത് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വെർച്വൽ അറസ്റ്റ് ഇസ് അഗൈൻ സംതിങ് പ്രോബ്ലമാറ്റിക്, വെരി മച്ച് പ്രോബ്ലമാറ്റിക്. വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ നിന്ന് പൈസ തട്ടിയെടുക്കാനായിട്ടുള്ള ശ്രമം. അഗൈൻ ATM റോബറി വന്നിട്ടുണ്ട്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ പിൻവലിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങൾ അറിയാതെ മറ്റൊരു തേർഡ് പാർട്ടി നിങ്ങളുടെ അക്കൗണ്ടിൽ കൈ കടത്തി പൈസ എടുക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസും വളർന്നു വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ പല സമയത്ത് നമ്മൾ TV കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആരെങ്കിലും പൈസ എടുക്കുന്നുണ്ടോന്ന്. അപ്പൊ നിങ്ങൾ SMS അലർട്ട് ഓപ്ഷൻ ബാങ്കിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബാങ്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ വിവരങ്ങൾ അതത് സമയം നിങ്ങളെ അറിയിക്കും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വെറുതെ ഇരുന്ന് ജോലി ചെയ്യായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുകയായിരിക്കും. അപ്പോഴേക്കും പെട്ടെന്ന് മൊബൈലിൽ മെസ്സേജ് വരിക, ഇത്രയും പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്, വിഡ്രോ ചെയ്തിട്ടുണ്ട്. സോ യു മൈ ബി ലൈക്ക് സർപ്രൈസ് അല്ല, ആക്ച്വലി അവിടെ ഷോക്കാണ് വരുന്നത്. കാരണം നിങ്ങൾ ഞെട്ടിപ്പോവും, അല്ലെ? ഞെട്ടിപ്പോവും ഇൻ ദ സെൻസ് നിങ്ങൾ ഷോക്ക്ഡ് ആയി പോവും, നിങ്ങൾ പേടിച്ചു, അയ്യോ ഞാൻ എടുത്തില്ലല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾ ഉടനെ ബാങ്കിനെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പറയും ആക്ച്വലി ഇപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, ഞാനല്ല എടുത്തിട്ടുള്ളത്, സോ യു ഹാവ് ടു ലുക്ക്. അപ്പോൾ ബാങ്ക് അതിന് വേണ്ട നടപടിക്രമങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ബാങ്ക് നിൽക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു നന്മ വരപ്പോൾ അതിന്റെ പുറകെ കുറെ തിന്മകളും വരും എന്ന് പറയുന്നത് പോലെ ഈ ഡിജിറ്റൽ ബാങ്കിങ് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഇ ബാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ് കാരണം ഡെഫിനറ്റ്ലി ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ബട്ട് അതിന്റെ കൂടെ കുറെ പണികളും വരുന്നുണ്ട് എന്ന് കൂടെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോ അഗൈൻ നമ്മൾക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസിലോ വേറെ നമുക്ക് ഇരുന്നുകൊണ്ട് നമുക്ക് ലോണിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഇലക്ട്രോണിക് സർവീസസ് വഴി.
അഗൈൻ നമുക്ക് നമ്മുടെ FD അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് ചെക്ക് ബുക്കിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത്. യു നീഡ് വിസിറ്റ് ബാങ്ക് ബ്രാഞ്ച്. യു നീഡ് നോട്ട് physically visit bank branch. ബാങ്ക് ബ്രാഞ്ചിന് നിങ്ങൾ ഫിസിക്കൽ വിസിറ്റ് നടത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇതില്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അവെയിൽ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ബാങ്കിന് കൊടുക്കാൻ പറ്റും. ഒന്നാലോചിച്ചൊക്കെ എത്ര ഈസി ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന്. ഓൺലൈൻ അക്കൗണ്ട് സർവീസസ് എന്ന് പറയുമ്പോൾ അത്രമാത്രം വിപുലമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. സോ ലെറ്റ്സ് സീ സം ചാനൽസ് ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ് നൗ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്റർനെറ്റ് ബാങ്കിങ് വരുന്നുണ്ട്, മൊബൈൽ ബാങ്കിങ് വരുന്നുണ്ട്. യോനോ SBI ആപ്പിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. സോ അഗൈൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് മൊബൈൽ ബാങ്കിങ് നമുക്ക് നടത്താൻ പറ്റും. ATMs, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ്. അഗൈൻ നമുക്ക് CDMനെ പറ്റിയിട്ടും നമുക്ക് ഇവിടെ പറയാം. CDM, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ, അതും നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ക്യാഷ് ഉണ്ടെങ്കിൽ ബാങ്കിൽ പോയി തന്നെ അക്കൗണ്ടിൽ ഇടണമെന്നില്ല. നമ്മുടെ CDMൽ പോയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതേ ഉള്ളൂ. പ്രൊവൈഡഡ് അത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എക്സീഡ് ചെയ്യുന്നില്ല എന്നുള്ളതും കൂടെ നമ്മൾ ഉറപ്പുവരുത്തുക. കാരണം നമുക്കൊരു റിസ്ക് എലമെന്റ് എപ്പോഴും നമ്മുടെ മനസ്സിലും നമ്മൾ കൺസിഡർ ചെയ്യണം. എപ്പോഴും ബാങ്കിൽ പോയി പൈസ ഇടുന്നത് തന്നെയാണ് സേഫ്. കുറച്ചുകൂടെ ഒരു സേഫർ ഓപ്ഷൻ അതാണ്. പക്ഷെ നമ്മൾ അഗൈൻ CDM ഒരു അധികം റിസ്ക് ഉള്ള ഫാക്ടർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. ബിക്കോസ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു സർവീസ് തന്നെയാണ്. പക്ഷെ ഈ നമ്മൾ ഇടുന്ന എമൗണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഉണ്ടെന്ന് അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു കൺസേൺ അവിടെ കാണും. വി മൈറ്റ് ബി വിസിറ്റിംഗ് ദ ബാങ്ക് ബ്രാഞ്ച് ഫിസിക്കലി ആൻഡ് വി മൈറ്റ് ബി യൂസിങ് സം പേഴ്സൺ ഫ്രം ബാങ്ക് ടു ഗെറ്റ് ദ സർവീസ്, അല്ലെ? ബാങ്കിന്റെ സ്റ്റാഫിന്റെ സർവീസ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വിചാരിക്കും. കാരണം നമ്മൾ വിചാരിക്കും ഒത്തിരിയും പൈസ ഉണ്ടല്ലോ, അപ്പോൾ ബാങ്കിൽ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ച് നമ്മൾ അത് ചെയ്യും. സോ ഈവൻ RBI is telling that ഒരു പരിധി കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. സോ നമ്മളും അങ്ങനെയാണ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ പൈസയാണ്, നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ. വി വാല്യൂ ദാറ്റ്. ഓക്കെ, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളല്ലേ? ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുക, നമ്മൾ വേണ്ട ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക, അവിടെ ട്രാൻസാക്ഷൻ നടക്കും. അഗൈൻ UPI ആപ്സ്, ഫോൺ പേ, ഗൂഗിൾ പേ, ഞാൻ നേരത്തെ പറഞ്ഞു, Paytm, ഭീം. അപ്പൊ ഭീമൊക്കെ നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ആണ്. സോ ഇങ്ങനെയുള്ള പല മെക്കാനിസംസ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പേയ്മെന്റ് നടത്തുന്നുണ്ട്. സോ ജസ്റ്റ് ടു ടെൽ യു സം ചാനൽസ്, ബിക്കോസ് ഈ ചാനൽസ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ചിലപ്പോൾ PSCയിൽ ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കും, ഈ പറയുന്നതിൽ ഏതാണ് ഇലക്ട്രോണിക് ബാങ്കിങ് ചാനൽ അല്ലാത്തത്, ഈ പറയുന്നത് ഏതാണ് ഇലക്ട്രോണിക് പേയ്മെന്റ് ചാനൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ് ചാനൽ ആകുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിൽ ചോദിക്കാം. അപ്പൊ ഏതൊക്കെയാണ് ആദ്യമേ ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ ചാനൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതല്ലാത്തതിനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും, ഇതാകുന്നതിനെ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റും. സോ ദാറ്റ് വുഡ് ബി സംതിങ് വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അഗൈൻ QR കോഡ് പേയ്മെന്റ്സ്, QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ പേയ്മെന്റ് നടത്തുന്നത്, വിച്ച് ഇസ് another മെക്കാനിസം. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റംസ് ലൈക്ക് നെഫ്റ്റ്, RTGS, IMPS ഒക്കെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ചിലപ്പം പല എക്സാമിനും ഫീസ് അടയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് ഒക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ കൺസേൺഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ദ അതർ സൈഡ് അവർ എടുത്ത് പറയും, നിങ്ങൾക്ക് NEFT അല്ലെങ്കിൽ RTGS അല്ലെങ്കിൽ MPS വഴി നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ്, അവരുടെ എങ്ങോട്ടാണോ പേയ്മെന്റ് പോകേണ്ടത് ആ ഒരു ഡീറ്റെയിൽ അവരവിടെ കൊടുത്തിരിക്കും. സോ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത്രയും നേരം നമ്മൾ എന്ത് ചെയ്യൂ? ഇലക്ട്രോണിക് ബാങ്കിങ്ങിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഈ അഡ്വാൻറ്റേജസിനെ എല്ലാം കൂടെ ഒന്ന് ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ചിലപ്പോ ഇങ്ങനെയും PSC ചോദിക്കാം, തന്നിരിക്കുന്നതിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ് ആകുന്നത് എന്ത്, അല്ലാത്തത് എന്ത് എന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആകുന്നത് ഏത്, അല്ലാത്തത് ഏത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ ആകുന്നത് ഏതാണ് എന്ന് മനസ്സിലാക്കണം. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ കൺവീനിയൻസ്. നമുക്ക് 24/7 ഈ കാര്യങ്ങളൊക്കെ നടക്കും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്ക് തുറക്കുന്നത് വരെ കാത്തിരിക്കണം.
ബാങ്ക് അടച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. സോ ബാങ്കിന്റെ വർക്കിംഗ് അവേഴ്സ് അനുസരിച്ചിട്ട് ബാങ്കിൽ പോകണം, എന്നിട്ട് ക്യൂ നിൽക്കണം, കാര്യങ്ങൾ നടത്താൻ. സോ പ്രോബ്ലമാറ്റിക്. നമ്മുടെ വേറെ ഒരു ആവശ്യവും നടക്കില്ല. ചിലപ്പോ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ പറയും ഇന്ന് ഞാൻ ബാങ്കിൽ പോയി ഭയങ്കര തിരക്കായിരുന്നു, അപ്പൊ ഇന്ന് മൊത്തം ഞാൻ അവിടെ ക്യൂ നിന്നിട്ടാണ് കാര്യങ്ങൾ നടന്നത്, അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു പരിധിയിൽ കൂടുതൽ ആൾക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ നടത്താൻ പറ്റും. സോ ഓട്ടോമാറ്റിക്കലി ബാങ്കിൽ കസ്റ്റമേഴ്സ് പോകുന്നതിന്റെ എണ്ണം കുറയുന്നു, ബാങ്കിങ് ആക്ടിവിറ്റീസ് കൂടുന്നു, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് കൂടുന്നു. പക്ഷെ കസ്റ്റമേഴ്സ് ഫിസിക്കൽ ബാങ്ക് ബ്രാഞ്ച് വിസിറ്റ് നടത്തുന്നത് കുറയുന്നുണ്ട്. ഇപ്പൊ ബാങ്കിന്റെ വർക്ക് ലോഡ് ആ ഒരു സെൻസിൽ കുറയുന്നുമുണ്ട്. സോ ഇത് നമ്മുടെ സമയം ഒരുപാട് സേവ് ചെയ്യുന്നു, നമ്മുടെ ട്രാവൽ കോസ്റ്റ് ഒരുപാട് കുറച്ചു തരുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പൈസയൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെച്ചൂടെ? ഇതൊക്കെ നമുക്ക് സേവ് ചെയ്യാം. നമുക്ക് സേവ് ചെയ്ത് കിട്ടുന്ന സമയം നമുക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് ഉപയോഗിക്കാം. നമുക്ക് വർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പ്ലഷറിന്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം. നമുക്ക് എവിടെയെങ്കിലും പോയി ട്രാവൽ ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പൊ ബാങ്കിൽ പോകുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നമുക്ക് ഒരു എൻജോയ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യാം. സോ ഇറ്റ്സ് ലൈക്ക് ഗ്രേറ്റ്. അഗൈൻ ക്വിക്ക് ആൻഡ് സെക്യൂർ അല്ലെ? ബാങ്ക് പെട്ടെന്ന് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ നടത്തി തരും. ആൻഡ് ഓൾസോ ഇറ്റ്സ് സെക്യൂർ. കാര്യം എന്താണ്, ബാങ്ക് ഒതന്റിഫിക്കേഷൻ പ്രോസസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് നടത്തുന്നു. അവസാനം നിങ്ങൾക്ക് കൺഫർമേഷൻ മെസ്സേജ് തരുന്നു. ഇതൊക്കെ നടത്തിക്കൊണ്ടാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്, ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. അപ്പൊ ഓരോ സ്റ്റെപ്പിലും ബാങ്ക് നിങ്ങളോട് ചോദിക്കുന്നു ഇത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചില സമയത്ത് കൈതട്ടി പോയി ഏതെങ്കിലും പെർട്ടിക്കുലർ ഓപ്ഷൻ മാറി ക്ലിക്ക് ചെയ്താണെങ്കിൽ നമ്മൾ അതൊക്കെ മാറ്റി കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. അഗൈൻ അപ്പോൾ ഓൾ ഇറ്റ് ഈസ് പ്രൊവൈഡിങ് എ ക്യാഷ്ലെസ് ഇക്കോണമി. അപ്പൊ ഫിസിക്കലി നമ്മൾ പൈസയും കൊണ്ട് കെട്ടുകണക്കിന് ക്യാഷ് നോട്ടും കൊണ്ട് കറൻസി നോട്ടും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പണ്ടൊക്കെ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ മെയിൻലി ഇത് ഞാൻ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്. സോ സ്വർണത്തിന്റെ ആവശ്യമുണ്ട്. കല്യാണങ്ങൾ വരുമ്പോഴാണല്ലോ മെയിൻലി സ്വർണം പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ കല്യാണത്തിന് ഈ സ്വർണം എടുക്കാൻ പോകുമ്പോൾ സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാർ ഒന്ന് സ്യൂക്കേറ്റ്സിലൊക്കെ ആയിരുന്നു പൈസ കൊണ്ടുപോയിട്ട് ഈ ജ്വല്ലറിക്ക് കൊടുക്കുന്നത്. കാരണം ഫിസിക്കൽ കറൻസി അവിടെ കൊടുക്കണം. അതല്ലാണ്ട് വേറൊരു മെക്കാനിസം അന്നത്തെ കാലത്ത് അധികം ചെക്ക് ബുക്ക് അല്ലെങ്കിൽ ചെക്ക് ലീഫ് കൊടുത്തിട്ടായിരുന്നു ചെയ്തത്. എന്നാലും മെയിൻലി ആൾക്കാർ ഫിസിക്കൽ കറൻസി ആയിരുന്നു മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് മിക്കവാറും. അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇന്ന് ആൾക്കാര് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഒക്കെ കൊണ്ടുപോകുന്നു. പക്ഷെ ഇന്ന് ഏറ്റവും പുതിയ ഈ ഒരു യുഗത്തിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈവൻ ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിലും ഡെബിറ്റ് കാർഡ് ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടക്കും, ട്രാൻസാക്ഷൻസ് നടക്കും, പേയ്മെന്റ് നടക്കും. ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ മാത്രം കൊണ്ടുപോയാൽ മതി. പ്രൊവൈഡഡ് നിങ്ങളുടെ മൊബൈലിൽ വേണ്ട, നിങ്ങളുടെ മൊബൈൽ സ്മാർട്ട് ഫോൺ ആണെന്ന് ഉറപ്പുവരുത്തുക, ഇന്റർനെറ്റ് കണക്ഷനിലൊന്ന് ഉറപ്പുവരുത്തുക, ആൻഡ് വേണ്ട ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്തുക. സോ യു വിൽ ബി able to do this even if you're not having your credit card or debit card or physical currency in your pocket. അപ്പൊ നമുക്ക് എല്ലാം മൊബൈൽ വാലറ്റിൽ സൂക്ഷിക്കാനുള്ള സൗകര്യം കൂടെ നമുക്ക് ഡെവലപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് റീസെന്റ്. ഇതൊക്കെ തന്നെ ഡിജിറ്റൽ ബാങ്കിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കുകൾ നമുക്ക് തരുന്ന, ഇലക്ട്രോണിക് ബാങ്കിങ് നമുക്ക് തരുന്ന സൗകര്യങ്ങളാണ്. So it's all leading to something called customer satisfaction. So people are so happy. ഇത് കാരണം ആൾക്കാരുടെ വെൽഫെയർ എന്ത് ചെയ്യുകയാണ്, കൂടുകയാണ്. ആൾക്കാർ നോക്കുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ? സോ പീപ്പിൾ ആർ സോ മച്ച് ഹാപ്പി. എന്നും നമ്മൾ ഒരുങ്ങി ട്രാവൽ ചെയ്ത് ബാങ്കിൽ പോയി നമ്മുടെ ബാങ്കിങ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്നു കൊണ്ടോ എവിടെ നമ്മൾ ഇരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് സോ സാറ്റിസ്ഫൈങ് സെനാരിയോ അല്ലെ? അപ്പോ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഡിജിറ്റൽ ബാങ്കിങ്ങിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്ങിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ഈ ബാങ്കിങ്ങിനെ പറ്റിയിട്ട് കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു. എല്ലാ കാര്യത്തിനും ഒരു നല്ല വശമാണെങ്കിൽ ചീത്ത വശം എന്തായാലും കാണും. അപ്പൊ നമ്മൾ വന്ന് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷേ ഇവിടെ ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. So several people are there, you can call them as criminals. അവിടെ ഇരുന്നിട്ട് അവരൊരു പണിയും ചെയ്യാതെ മറ്റുള്ളവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൈസ, കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന പൈസ എങ്ങനെ സ്റ്റീൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. സോ ദീസ് പീപ്പിൾ വുഡ് ബി ട്രൈങ് ടു ഹാക്കിംഗ് വഴി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ.
ഇവരെ ക്രിമിനൽസ് എന്ന് തന്നെ വിളിക്കണം. അവർ ഈ ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ഒക്കെ വെച്ചിട്ട് വാട്ട് ദേ വുഡ് ബി ഡൂയിങ് ഇസ് ലൈക്ക് സംതിങ് വിച്ച് ഇസ് സ്റ്റീലിംഗ്. നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ എങ്ങനെ സ്റ്റീൽ ചെയ്തെടുക്കാമെന്ന് അവർ ചിന്തിക്കുകയാണ്. സോ ഈ വെർച്വൽ അറസ്റ്റ് ഇടയ്ക്ക് വന്നിട്ടുള്ള ആ ഒരു സംഭവം ഭയങ്കര കോമഡി ആയിട്ടുള്ള സാധനമാണ്. അതായത് ഒരാൾ നിങ്ങളെ വിളിച്ചിട്ട് പറയും ആക്ച്വലി നിങ്ങളുടെ ഒരു പ്രസൻസ് ഇന്ന സ്ഥലത്ത് കണ്ടു, അവിടെ ഒരു ഇന്ന പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു, സോ വി വിൽ ബി ലൈക്ക് ഗോയിങ് ടു അറസ്റ്റ് യു, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരുന്നതായിട്ട് ഒരു ഇൻഫോർമേഷൻ ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ പറയും ഓക്കെ ഞാൻ അങ്ങനെ പോയിട്ടൊന്നുമില്ല, ഞാൻ അവിടെ വന്നിട്ടില്ല. പക്ഷെ സ്റ്റിൽ ദാറ്റ് പേഴ്സൺ പറയും ഓക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫോർമേഷൻ ആണ് കിട്ടിയത്, സോ വി ആർ ഗോയിങ് ടു അറസ്റ്റ് യു, യു ആർ അണ്ടർ വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറയും ഓക്കെ ഞങ്ങൾ ഒരു കാര്യം ചെയ്യാണ്, ഈ കോള് ഞങ്ങളുടെ ഹയർ അതോറിറ്റിയിലെ സാറുമായിട്ട് അല്ലെങ്കിൽ മാഡമായിട്ട് ഹൂവർ കണക്ട് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് സോ വിൽ ബി ഗെറ്റിംഗ് അനദർ കോൾ. അവിടെ ഒരു വീഡിയോ കോൾ ആയിരിക്കും. സോ പേഴ്സൺ ഓൺ ദ അതർ സൈഡ് വുഡ് ബി ഡ്രസ്ഡ് അപ്പ് ഇൻ പോലീസ് യൂണിഫോം. എന്നിട്ട് അയാൾ കുറേ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് അവസാനം നിങ്ങളോട് പറയും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇത്രയും പൈസ ഇന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. സോ യു മൈ ബി ലൈക്ക് നിങ്ങൾ ഷോക്ക്ഡ് ആയി പോകും. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്രയും പൈസ പോലും കാണില്ല. നിങ്ങൾ ചിലപ്പോൾ കടമൊക്കെ മേടിച്ചിട്ട് ആ ഒരു പേടി, ആ ഒരു സമയത്ത് ആ ഒരു പേടിയാണ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ആ പേടി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിടിക്കാനായിട്ട് നോക്കുന്നു. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു സമയത്ത് ഇവർ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് വഴി നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ പൈസ അവരിലേക്ക് കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു, വിച്ച് ഇസ് സോ ബാഡ്. പിന്നീട് ഗവൺമെന്റും ആർമിയും ഒക്കെ തന്നെ ഒരുപാട് അവയർനെസ് ഇത് വഴി സംബന്ധിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആൾക്കാർക്ക് ഒരുപാട് അവയർനെസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പേടിക്കരുത്, whenever you get some call of such kind നിങ്ങൾ ഞങ്ങളെ ഇൻഫോം ചെയ്യാം. നിങ്ങൾ അതെടുത്ത് സംസാരിക്കണം എന്നില്ല. ഇഫ് യു ആർ ഗെറ്റിംഗ് സം കോൾ ഫ്രം സം അനോണിമസ് നമ്പർ, നിങ്ങളത് എടുക്കണം എന്ന് തന്നെ ഇല്ല. ഈവൻ ഇഫ് യു ആർ ടേക്കിംഗ് ഇറ്റ്, ഈവൻ ഇഫ് യു ആർ പിക്കിംഗ് ഇറ്റ് അപ്പ്, ഇങ്ങനെയാണ് ആ ഒരു അതർ സൈഡിൽ നിന്നുള്ള ഒരു ഡീലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു അപ്രോച്ച് എന്നാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഞങ്ങളെ അറിയിക്കാം എന്നുള്ള രീതിയിലുള്ള ഫുൾ സപ്പോർട്ട് നമ്മുടെ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ ഇത് വലിയൊരു പ്രശ്നമാണ്, പൈസ തട്ടിയെടുക്കുക എന്നുള്ള രീതി. സോ ദാറ്റ് ഈസ് വൺ തിങ്. ഹാക്കിംഗ് ഭയങ്കര ഇതാണ്, നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോവുക എന്നുള്ളത്. നെക്സ്റ്റ്, ഇറ്റ് റിക്വയർസ് ഇന്റർനെറ്റ് ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി. അനദർ പ്രോബ്ലം. അപ്പൊ നമ്മൾ ചിലപ്പം പൈസ ഫിസിക്കൽ കറൻസി എടുക്കാതെ നമ്മൾ ഏതെങ്കിലുമൊക്കെ കടയിൽ സാധനം വാങ്ങിക്കാൻ പോകും. അപ്പൊ അവിടെ ചെല്ലപ്പോഴായിരിക്കും ആ കടയിലുള്ള ഷോപ്പ് കീപ്പർ പറയുന്നത് ഇവിടെ ഗൂഗിൾ പേ ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം, പൈസ വേണം, ഫിസിക്കൽ കറൻസി നോട്ട് നിങ്ങളുടെ കയ്യിൽ വേണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സാധനം കിട്ടൂ. ചിലപ്പോൾ നിങ്ങൾ നല്ല വിശന്ന് പൊരിഞ്ഞിട്ട് ഈ കടയിൽ കയറി വെള്ളം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനായിരിക്കും നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അയാൾ പറയാണ്, ഷോപ്പ് കീപ്പർ പറയാണ് ഇവിടെ ഞങ്ങൾ സാധാരണക്കാരാണ്, അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഈ ഗൂഗിൾ പേ സംവിധാനം ഒന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇത്തരം സാഹചര്യങ്ങളിൽ ഫിസിക്കൽ കറൻസി നോട്ട് വേണ്ട സമയത്ത് ഫിസിക്കൽ കറൻസി നോട്ട് തന്നെ വേണം അല്ലെ. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ അടുത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ചേട്ടാ നിങ്ങളുടെ കയ്യിൽ ചേട്ടന്റെ കയ്യിൽ ഇത് ഇത്ര രൂപ തരാനുണ്ടെങ്കിൽ തരാമോ, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം എന്ന് പറയും. അപ്പൊ അങ്ങനെ എത്രയോ പേര് പരസ്പരം സഹായിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പൊ നമ്മളെ കടയിലുള്ള ഷോപ്പ് കീപ്പർ പറഞ്ഞ എന്താണ്, ഞങ്ങൾക്ക് ഇവിടെ ഇതില്ല, എന്താണ് ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫിസിക്കൽ കറൻസി നോട്ട് തന്നാലേ പറ്റൂ. അവർക്ക് എന്താണ് അവിടെ കുറെ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ആക്സസിബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി. ഇദ്ദേഹത്തിന് ഒരു പക്ഷേ ഇന്റർനെറ്റും ഡിജിറ്റൽ സർവീസസും ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും. മിക്കവാറും അഗൈൻ അത് അഫോർഡ് ചെയ്യാനുള്ള പ്രശ്നമുണ്ട്. ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ എടുത്ത് ഈ സിസ്റ്റംസ് ഒക്കെ മനസ്സിലാക്കി അതനുസരിച്ച് പോകാനുള്ള ഒരു എബിലിറ്റി, ഇൻ ദ സെൻസ് ഫൈനാൻഷ്യൽ എബിലിറ്റി എവിടെ ഇല്ലായിരിക്കും. അതേപോലെ തന്നെ ഇത് മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷനും അദ്ദേഹത്തിന് കിട്ടിക്കാണില്ല. അപ്പോൾ ഫൈനാൻഷ്യൽ ലിറ്ററസി എവിടെ വേണം, ഇന്റർനെറ്റ് കണക്ഷൻ വേണം. അപ്പൊ ഹില്ലി ഏരിയാസിലൊക്കെ പോയിട്ട് ചിലപ്പോൾ നെറ്റ് ഒന്നും കിട്ടത്തില്ലായിരിക്കും. അവിടെ ചെന്നിട്ടായിരിക്കും നിങ്ങൾ പറയുന്നത് ഇന്ന സാധനങ്ങളൊക്കെ കഴിക്കാൻ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കഴിക്കുന്നു. പക്ഷേ പേയ്മെന്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ചിലപ്പോ നെറ്റ് പണം മുടക്കിയാൽ തീർന്നു, ഒന്നും നടക്കില്ല. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ കയ്യിൽ ഫിസിക്കൽ കറൻസി തന്നെ വേണം അല്ലെ. അപ്പോൾ
ടെക്നിക്കൽ ഫെയിലിയേഴ്സും ചിലപ്പോൾ നിങ്ങളെ സാരമായിട്ട് ബാധിക്കാറുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഫ്രണ്ടിന് GPay ചെയ്തു, ഗൂഗിൾ പേ ചെയ്തു, അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി, പക്ഷെ നിങ്ങളുടെ ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ പൈസ എത്തിയിട്ടില്ല. സോ ഇറ്റ്സ് സംതിങ് ടെക്നിക്കൽ ഫെയിലിയേഴ്സ് അല്ലെ, എന്തോ ഒരു ഡിലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് മോർ ഓർ ലെസ് ലൈക്ക് സം മിസ്റ്റേക്ക്, എന്തോ ഒരു മിസ്റ്റേക്ക് എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. അത് കാരണമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയി, പക്ഷെ നിങ്ങളുടെ ഫ്രണ്ടിന് അത് കിട്ടിയിട്ടില്ല. സോ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് അദ്ദേഹത്തിന്റെ ബാങ്ക് ബ്രാഞ്ചിനെ കോൺടാക്ട് ചെയ്യുമ്പം അവർ പറയും, ഓക്കെ ഇങ്ങനെ എന്തോ ഒരു ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ട്, എന്തോ ഒരു ടെക്നിക്കലി അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, സോ യു ക്യാൻ ജസ്റ്റ് വെയിറ്റ് ഫോർ 1 to 2 days. 1 to 2 daysനകത്ത് എന്തായാലും ഇത് കിട്ടും, എന്തോ ഒരു പ്രോബ്ലം ആണ്, ഡോണ്ട് വെരി, യു വിൽ ബി ഗെറ്റിംഗ് യുവർ മണി എന്ന് പറയും അല്ലെ. അപ്പോ എഗെയിൻ നിങ്ങളുടെ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ ഫ്രണ്ടിന് ആ പൈസ കിട്ടിയെന്ന് ഉറപ്പ് വരുത്താതെ നിങ്ങൾക്ക് സമാധാനമില്ല, നിങ്ങളുടെ ഫ്രണ്ടിനും സമാധാനമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സോ ആരും ഒരു കുറ്റവും ചെയ്യുന്നില്ല, പക്ഷേ എന്തോ ടെക്നിക്കൽ എറർ കാരണം പൈസ സമയത്ത് എത്തേണ്ടടുത്ത് എത്തിയില്ലെങ്കിൽ അത് പൈസ കൊടുക്കുന്നവനും പൈസ വാങ്ങുന്നവനും ഒരേപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അല്ലെ. അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചത് ഇലക്ട്രോണിക് ബാങ്കിങ്ങിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ബാങ്കിങ്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്, അല്ലെങ്കിൽ വെർച്വൽ ബാങ്കിങ് എന്നുള്ള രീതി നമുക്ക് ഉപയോഗിക്കാം. കാരണം ഫിസിക്കൽ ബാങ്ക് ബ്രാഞ്ചിന് വിസിറ്റ് നമ്മൾ നടത്തുന്നില്ല എന്നുള്ളതുകൊണ്ട്. ഇറ്റ്സ് എ ബിഗ് ട്രാൻസ്ഫോർമേഷൻ അല്ലെ. ബാങ്കിങ് സിസ്റ്റത്തിൽ തന്നെ ഉണ്ടായ ഒരു വലിയൊരു ചേഞ്ചിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇത് കാരണം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ പെട്ടെന്ന് നടത്താൻ പറ്റും. ഒരു പരിധി വരെ സേഫ് ആണെന്ന് പറയാം, എന്തുകൊണ്ടും സേഫ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഒരു പരിധി വരെ സേഫ് ആണ്, നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റും എന്നുള്ള രീതി ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ സമയം സേവ് ചെയ്യാം, നമ്മൾ പൈസ സേവ് ചെയ്യാം, ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് സേവ് ചെയ്യാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. കാരണം നമുക്ക് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പോയി ക്യൂ നിൽക്കേണ്ട, ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി ക്യൂ നിൽക്കേണ്ട, അങ്ങനെ പല ഓഫീസുകൾ, ഇൻഷുറൻസ് ഓഫീസിൽ പ്രീമിയം അടയ്ക്കാൻ പോയി ക്യൂ നിൽക്കേണ്ട, ഇതൊക്കെ തന്നെ ഡിജിറ്റലി നമുക്ക് പോസിബിൾ ആകും. അപ്പോൾ ഇങ്ങനെ ഒരു അപ്രോച്ച് ശരിക്കും നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ ഡിജിറ്റൽ ക്യാഷ്ലെസ് ഇക്കോണമി എന്ന് പറയുന്ന ഐഡിയയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഗവൺമെന്റ് പറയുന്നു, ഓക്കെ നമ്മൾ എന്താണ് 2047 എത്തുമ്പോൾ നമ്മൾ ആരാവണം എന്നാണ് നമ്മളുടെ ഇന്റൻഷൻ. വി വാണ്ട് us ടു ബി എ ഡെവലപ്ഡ് നേഷൻ. ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് നേഷൻ ആക്കി മാറ്റണം എന്നാണ് നമ്മുടെ താല്പര്യം. ദിസ് ഈസ് വാട്ട് എവർ എയിം ഈസ് അല്ലെ. അപ്പോ ഇത് നടക്കണമെങ്കിൽ പതിയെ പല ഏരിയാസിലായിട്ട് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മാറ്റമാണ് ഈ ഒരു ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ഇറ്റ്സെൽഫ് ഇസ് ലൈക്ക് ഗ്രോയിങ് ഡേ ബൈ ഡേ. ഇപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുന്നു, നിങ്ങൾ എവിടെയൊക്കെയോ ഇരുന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. So what is it all about? It's again something related to digital aspect അല്ലെ. ഡിജിറ്റൽ റെവല്യൂഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് സെക്ടറിലും ഇത് വന്നിട്ടുണ്ട്, എഡ്യൂക്കേഷൻ സെക്ടറിലും ഇത് വന്നിട്ടുണ്ട്, ബാങ്കിങ് സെക്ടറിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ, ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ഡെഫിനറ്റ്ലി അതില്ലാതെ ലോകം പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു അവർ ഡിജിറ്റൽ ബാങ്കിങ് സെനാറിയോ, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് ബാങ്കിങ് സെനാറിയോ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ക്യാഷ്ലെസ് എക്കോണമി ആയിട്ട് മാറുകയാണ്. നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ഇക്കോണമി പോകുന്നിടത്ത് എല്ലാം ഫിസിക്കൽ കറൻസി കൊണ്ടുപോകേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ വളരെ എളുപ്പത്തിൽ സേഫായിട്ട്, ഒരുവിധം സേഫായിട്ട് നടത്താൻ പറ്റുന്ന ഒരു മെക്കാനിസമാണിത്. എഫിഷ്യൻസിയും കൺവീനിയൻസും ഒക്കെ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് കൂട്ടുന്ന ഒരു രീതിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്കിങ് എന്താണെന്ന് നോക്കി. അപ്പോൾ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നു നോക്കി, ഇതിന്റെ പല പേരുകൾ മനസ്സിലാക്കി, ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി, അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി ഇതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നും ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്. Okay, so that is it all for today. Hope you could understand. Thank you.